കെ.എസ്.യു. വി.ഡി. സതീശൻ അവർ തമ്മിലുള്ള ആ ഒരു പിണക്കം മുന്നോട്ട് തന്നെ പോവുകയാണ്. വാർത്തകളിലൊക്കെ കണ്ട ഒരു വിഷയമാണ്. മുഖം കൊടുക്കാതെ പോകുന്നത്. എന്തുകൊണ്ടാണ് വി.ഡി. സതീശൻ ഇത്തരത്തിൽ താൻ തന്നെ വളർന്നു വന്ന വിദ്യാർത്ഥി സംഘടനയോട് ഇത്തരത്തിൽ പെരുമാറുന്നത്? എനിക്ക് തോന്നുന്നു ഇനിയിപ്പോൾ 5 കൊല്ലത്തേക്ക് ആരെയും പേടിക്കണ്ട എന്നുള്ളൊരു നയത്തിലേക്ക് വി.ഡി. സതീശൻ കടന്നുവോ എന്ന് സംശയം തോന്നുന്നുണ്ട്. പല മുതിർന്ന മാധ്യമപ്രവർത്തകരും വി.ഡി. സതീശൻ്റെ വെൽ വിഷേഴ്സ് ആയിട്ടുള്ളവർ തന്നെ മാധ്യമങ്ങളിൽ വന്ന് ചർച്ചകളിൽ പറയുന്നു, വി.ഡി. സതീശനിൽ ഞങ്ങളിത് പ്രതീക്ഷിക്കുന്നില്ല, വി.ഡി. സതീശൻ ചെയ്യുന്നത് തെറ്റാണ്, കുറച്ചും കൂടെ സൗമ്യതയിൽ സംസാരിക്കണം, പ്രതികരിക്കണം. മനസ്സിൻ്റെ ഉള്ളിൽ എന്താണെങ്കിലും ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എപ്പോഴും മുഖം ചിരിച്ചുകൊണ്ടേ കടക്കൂ പുറത്ത് എന്ന് പറയാമല്ലോ, കടക്കൂ പുറത്തെന്നല്ലാണ്ട് കടക്കൂ പുറത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് അത്രയ്ക്കൊരു വിഷമം തോന്നില്ല. അങ്ങനെ പറയാനായിട്ട് ശ്രീ വി.ഡി. സതീശൻ പഠിക്കണമെന്ന് തന്നെയാണ് പല മുതിർന്ന പ്രവർത്തകരുടെയും അല്ലെങ്കിൽ സോഷ്യൽ അനലിസ്റ്റുകളുണ്ടാവുമല്ലോ അവരുടെയും സാമൂഹ്യ നിരീക്ഷകന്മാർ, രാഷ്ട്രീയ നിരീക്ഷകന്മാർ, അവരുടെയൊക്കെ അഭിപ്രായം. കുറച്ച് പിണറായിക്ക് പഠിക്കുകയാണോ സതീശൻ എന്നൊരു സംശയം പലരിലും ഉണ്ടായിരിക്കുന്നു. ഇത് നല്ലതല്ല, തുടങ്ങിയിട്ടേ ഉള്ളൂ, ഹണിമൂൺ പീരീഡ് പോലും കഴിഞ്ഞിട്ടില്ല. അതിനു മുമ്പ് ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നുന്ന, ജനങ്ങളുടെ കാര്യം പോട്ടെ, 5 കൊല്ലം 4.25 കൊല്ലം കഴിഞ്ഞിട്ട് ജനങ്ങളുടെ മുമ്പിൽ ചെന്നാൽ മതി. അപ്പം നമുക്കൊരു നല്ല ഇതൊക്കെ ഉണ്ടാക്കി വയ്ക്കാം, ധവളപത്രവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയ സമയമുണ്ട്. എന്തെങ്കിലും തെറ്റ് ചെയ്താലും ക്യാച്ചപ്പ് ചെയ്യാൻ സമയമുണ്ട്. പക്ഷേ അങ്ങനെയല്ല, പാർട്ടി പ്രവർത്തകരുടെ മനസ്സിലേക്കുന്ന ഓരോ നോവും 5 കൊല്ലം തികച്ചിരിക്കണ്ടേ മുഖ്യമന്ത്രി കസേരയിൽ. ഇപ്പോൾ തന്നെ പലർക്കും സംശയമുണ്ട്, ഒരു ഡീലാണോ, അതായത് കുറച്ച് നാളുകൾക്ക് ശേഷം വേണുഗോപാലിനോ അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയ്ക്കോ മാറിക്കൊടുക്കേണ്ടി വരുമോ, 29 പാർലമെൻറ്റ് ഇലക്ഷന് കേസിൽ നിന്നില്ല എങ്കിൽ ബാക്കിയുള്ള 1.5 വർഷം 31 വരുന്നുള്ളൂ അസംബ്ലി ഇലക്ഷൻ അല്ലേ, കറക്റ്റ് 2 വർഷമുണ്ട്. കറക്റ്റ് 2 വർഷത്തേക്ക് വേണുഗോപാലിന് മാറിക്കൊടുക്കാമെന്ന് പറഞ്ഞിട്ടാണോ ഇദ്ദേഹം കയറിയിരിക്കുന്നത് എന്ന് സംശയിക്കുന്നവരുണ്ട്. കാരണം പാർട്ടിയിൽ തന്നെ പാർട്ടി പ്രവർത്തകരുടെ അല്ലെങ്കിൽ എം.എൽ.എമാരുടെ പിന്തുണ കെ.സിക്കായിരുന്നു എന്നാണ് വിശ്വസനീയമായ സോഴ്സിൽ നിന്ന് നമ്മൾ അറിഞ്ഞിരിക്കുന്നത്. വേറെ എന്തോ കാരണങ്ങൾ കൊണ്ടും വേറൊരു പാർട്ടിയുടെ നിർബന്ധം കൊണ്ടുമാണ് വി.ഡി. സതീശനായത്. പിന്നെ അദ്ദേഹം പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ നല്ല പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചതെന്നും പറയാം. എന്തായാലും അദ്ദേഹത്തിൻ്റെ തലവരയുടെ ഗുണം കൊണ്ടും എന്ന് പറയാം അദ്ദേഹം മുഖ്യമന്ത്രിയായി. ഇനി അദ്ദേഹം ചെയ്യേണ്ടത്, ഇപ്പോൾ ചെയ്ത ഏറ്റവും വലിയ തെറ്റാണ് അദ്ദേഹം ചെയ്തത്. കൊച്ചു കുട്ടികളാണ്, കുരങ്ങന്മാരെ കൊണ്ട് ചോറ് വാരിക്കാന്നൊരു മൊഴി തന്നെ ഉണ്ടല്ലോ, കുട്ടിക്കുരങ്ങന്മാരെ കൊണ്ട്. അങ്ങനെ തന്നെ ഞാൻ പറയാൻ ആഗ്രഹം, നല്ല അർത്ഥത്തിലാണ് പറയുന്നത്. അവരാണ് അങ്ങോട്ട് ചാണ്ടാന്ന് പറഞ്ഞാൽ അങ്ങോട്ടൊരു ചാട്ടം, ഇങ്ങോട്ട് ചാടാം ഇങ്ങോട്ട് ചാട്ടം, ആ വണ്ടിക്ക് മുമ്പ് ചാണ്ടാന്ന് അങ്ങോട്ട് ചാട്ടം, ആ സ്കൂട്ടർ തടയുന്നു സ്കൂട്ടർ തടയുന്നു, വി സിക്കെതിരെ അല്ലെങ്കിൽ ചാൻസലർക്കെതിരെ, മന്ത്രിമാർക്കെതിരെ, ആർക്കെതിരെ വേണമെങ്കിലും സമരം ചെയ്യാൻ ആദ്യം നിൽക്കുന്നത് കെ.എസ്.യു. ആണ്. അതിനുശേഷമേ യൂത്ത് കോൺഗ്രസ് വരും. യൂത്ത് കോൺഗ്രസ് ആകുമ്പോൾ കുറച്ചും കൂടെ മുതിർന്ന ഒരു 30 വയസ്സിനും 45 വയസ്സിനും ഇടയിലുള്ള ആൾക്കാർക്ക് കുറച്ചും കൂടി ചിന്താശക്തി വരും. വേണോ വെള്ളം ഇതുപോലെ ചീത്ത വെള്ളമായിരിക്കുമോ, ചൊറി വരുമോ, അത് വരുമോ ഇത് വരുമോ എന്നൊക്കെ സംശയം ഉണ്ടാകും. പക്ഷേ കെ.എസ്.യു. എന്ന് പറയുമ്പോൾ ആ കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ പിന്നെയും പിന്നെയും പഠിച്ചോടി, വി.ഡി. സതീശൻ ഉൾപ്പെടെയുള്ളവർ പോസ്റ്റ് ഗ്രാജുവേഷനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ കാരണം കെ.എസ്.യുവിൽ തുടരാൻ വേണ്ടിയിട്ടാണ്. പഠിക്കണമല്ലോ, 30 വയസ്സ് വരെ എന്തെങ്കിലുമൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് അദ്ദേഹത്തിന് നല്ല വിദ്യാഭ്യാസം കിട്ടി, LLB ഒക്കെ കഴിഞ്ഞ് നല്ല മിടുക്കനായിട്ട് വരുന്നു. അപ്പം അങ്ങനെ താൻ വന്ന വഴി മറന്നു പോകരുത്. താൻ നടന്ന വഴിയിൽ കൂടെ നടക്കുന്ന കുട്ടികളെ അപമാനിച്ചാൽ അത് കുട്ടികൾക്ക് ക്ഷമിക്കാൻ പറ്റില്ല. ഇദ്ദേഹം പൊട്ടിമുളച്ച് വീണൊന്നുമല്ലല്ലോ കോൺഗ്രസ്സിലേക്ക്, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ മുഖ്യ വീട്ടിലിരുന്ന് വെറുതെ പത്രം, നല്ല ഒരു അഡ്വക്കേറ്റായിട്ട് പത്രം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ജഡ്ജിയായി, അവരുടെ പ്രവർത്തന മികവ് കൊണ്ട് ജഡ്ജിയായി എന്നൊക്കെ നമ്മൾ വായിക്കുന്ന പോലെ പെട്ടെന്ന് വന്നാൽ താങ്കളായിക്കോളൂ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ ആയതല്ലല്ലോ. പോലീസിൻ്റെ ഉൾപ്പെടെയുള്ളവരെ മർദ്ദനമേറ്റും പ്രതിഷേധിക്കേണ്ട സമയങ്ങളിൽ പ്രതിഷേധിച്ചും അല്ലെങ്കിൽ കാറ് തടഞ്ഞും ഒക്കെ പ്രസംഗിച്ചും ഒക്കെ 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 കയറി കയറി വന്നാണ് മുഖ്യമന്ത്രിയായത്. ഈ കുട്ടികൾ മുഖ്യമന്ത്രി ഒരു കാര്യം ചെയ്തപ്പോൾ അത് ശരിയല്ല എന്ന് പറയുകയാണെങ്കിൽ അതിനെന്താ എത്ര ബുദ്ധിമുട്ട്? മിണ്ടാണ്ടിരുന്നാൽ പോരെ, നിങ്ങൾക്ക് എന്ത് കാര്യം എന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. ലോ കോളേജിൽ പഠിക്കുന്നു, പ്രത്യേകിച്ചും ഒരു ഗവൺമെൻറ് വരുമ്പോൾ ആദ്യ കാലഘട്ടത്തിൽ തന്നെ കുറേ പ്രശ്നങ്ങളുണ്ടായി. CPMൻ്റെ പല അഡ്വക്കേറ്റ്സിനും അതേ പദവിയിൽ കണ്ടിന്യൂ ചെയ്തുകൊണ്ടാണല്ലോ വീണ വിജയൻ്റെ കേസിൽ, അതായത് പിണറായി മൂത്രമൊഴിക്കാൻ വിടാണ്ട് പിടിച്ചിരുത്തി എന്ന് പറഞ്ഞുള്ള കേസിൽ അറസ്റ്റിലായ 9ാം പ്രതിയോ അദ്ദേഹത്തിന് പബ്ലിക് പ്രോസിക്യൂട്ടർ ഒന്ന് ഇതാക്കുക പോലും ചെയ്തില്ല,
കൊടുക്കരുത് ജാമ്യം എന്ന് പോലും പറയാത്ത അവസ്ഥയിലാണ് അദ്ദേഹത്തിന് ജാമ്യം കിട്ടിയത്. അല്ല ശരിയല്ലേ? തീർച്ചയായിട്ടും ഉം, ഉം. ഇപ്പോൾ ഇവര് തമ്മിൽ നടക്കുന്ന ഒരു പോര് നോക്കുന്ന സമയത്ത് ഒരു പൊതു ഇടത്തിലേക്ക് വന്ന് അല്ലെങ്കിൽ മാധ്യമങ്ങളെ കാണുന്ന സമയത്ത് അവരാരാണ് നമ്മളോട് പറയാൻ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആ അവര് ഒരു അടുത്ത മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കേണ്ടവർ. അതിൽ നിന്നുള്ള ആരെങ്കിലും ആയിരിക്കും അടുത്ത പ്രതിപക്ഷ നേതാവ്. ഇദ്ദേഹം വന്ന അതേ മാർഗങ്ങളിൽ കൂടെ MLA ആയിട്ട് വരേണ്ടവർ. അവരത് തന്നെയാണ്. അതാദ്യം ശ്രീ സതീശൻ മനസ്സിലാക്കൂ. അവരെ അവഹേളിക്കല്ലേ. ഇപ്പം ഞാൻ പറഞ്ഞു വന്നതിൻ്റെ നോക്കുകയാണെങ്കിൽ എന്തൊക്കെ മിസ്റ്റേക്കുകൾ പറ്റി. ഈവൻ ശബരിമല പ്രശ്നത്തിൽ അല്ലേ, ഉള്ള ആ പ്രോസിക്യൂട്ടർ പിടിച്ച്, ഇവരുടെ പ്രോസിക്യൂട്ടറാക്കി ഒരു വക്കീലിനെ പിടിച്ച്, പ്രതിയാണെന്ന് നമ്മൾ കരുതുന്ന ഒരു ഓർഗനൈസേഷൻ്റെ വക്കീലിനെ പിടിച്ച് ഇവർ പബ്ലിക് പ്രോസിക്യൂട്ടറായിട്ട് കോൺഗ്രസിൻ്റെ ഇതിൽ വെച്ചു. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് ഇത് കറക്റ്റ് ചെയ്യണം. മകളാണെങ്കിലും മകനാണെങ്കിലും അച്ഛ അമ്മ അത് ശരിയല്ല എന്ന് പറഞ്ഞാൽ നമ്മളൊന്ന് കേൾക്കൂലേ? പോടാ പുറത്ത്, നിന്നോട് ചോദിക്കാൻ പറഞ്ഞാൽ മതി എന്ന് പറയോ? അങ്ങനെ പറഞ്ഞെങ്കിൽ പോലും ശരിയാണല്ലോ അവൻ പറഞ്ഞതെന്ന് നമ്മളൊന്ന് ആലോചിക്കുമോ? എനിക്ക് അവൻ എന്ന് പറഞ്ഞാൽ എനിക്ക് 2 ആൺകുട്ടികളുള്ളതുകൊണ്ടാണ് കേട്ടോ. അവരാണ് എന്നെ എപ്പോഴും കറക്റ്റ് ചെയ്ത് പോകുന്നത്. എനിവേ ഞാൻ പറഞ്ഞു വരുന്നത് സതീശന് ആ സ്പിരിറ്റിലെടുക്കണം. ഇപ്പോൾ 60 വയസ്സിന് മേലെ ആയല്ലോ, ആയില്ലേ? അപ്പോൾ ആ ഒരു കൊച്ചു കുട്ടികൾ, സ്വന്തം പേരക്കുട്ടികളുടെ പ്രായമുള്ള കുട്ടികളെന്ന് തന്നെ വിചാരിക്കാം. എന്തായാലും സ്വന്തം മകൻ്റെ പ്രായമുണ്ടല്ലോ. ആ കുട്ടികൾ പറയുമ്പോൾ അതിലെന്താ സത്യം എന്ന് ആദ്യം കേൾക്കട്ടെ. അവരെ വിളിച്ചൊരു പ്രൈവറ്റ് ഓഡിയൻസ് കൊടുക്കട്ടെ ആതിര. ആ കുട്ടികൾ പറയുമ്പോൾ അവർ പബ്ലിക്കായിട്ട് ചാമ്പാണ്ട് എല്ലാവർക്കും വിഷമം തോന്നാണ്ട് ആ കേസിൽ ആ കുട്ടികൾ അവിടെ പ്രവർത്തിക്കുന്നില്ല എന്ന് കരുതിയാലോ. കോളേജിൽ ഇനി പിന്നെ വേറെ ആരുണ്ടാവും? ലോ കോളേജിൽ നിന്നാണ് എല്ലാം തുടങ്ങുന്നത്, പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത്. ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് മഹാത്മാഗാന്ധി ഇല്ല. എറണാകുളം മുതൽ തിരുവനന്തപുരം വരെ കേരള യൂണിവേഴ്സിറ്റി തന്നെയാണ്. അപ്പോൾ കോളേജ് വളരെ സ്ട്രോങ് ആയിട്ടൊരു കോളേജാണ്. അവിടെ ഇനി കുട്ടികളാരും KSUവിൽ വേണ്ടാന്ന് വിചാരിച്ചാൽ ഇങ്ങനെ നാട്ടുകാരുടെ മുമ്പിലിട്ട് ഞങ്ങളെ അപമാനിക്കുകയാണെങ്കിൽ നമുക്ക് KSU വേണ്ടാന്നേ. വേറെ എവിടെയും പോണ കാര്യമില്ല ഞാൻ പറയുന്നത്. പക്ഷേ KSU വേണ്ടാന്ന് വയ്ക്കാമല്ലോ. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ഇരുത്തം വന്ന രാഷ്ട്രീയ പ്രവർത്തകനാണ് എങ്കിൽ, അല്ലെങ്കിൽ ഇരുത്തം വന്ന ഒരു മുഖ്യമന്ത്രി ആണെങ്കിൽ, രാഷ്ട്രീയ പ്രവർത്തനത്തിന് മികവുണ്ട്. 25 വർഷത്തോളം അദ്ദേഹം MLA ആയതിൻ്റെ ഇതിലാണല്ലോ അദ്ദേഹത്തിന് ഇപ്പോൾ മുഖ്യമന്ത്രിയാവാൻ 5 ടേം ജയിച്ചു വന്നുകൊണ്ടാണ് മുഖ്യമന്ത്രി ആയിരിക്കുന്നത്. അദ്ദേഹം ആ കുട്ടികളെ വിളിച്ച് അലോഷി എന്നല്ലേ KSUവിൻ്റെ സ്റ്റേറ്റ് പ്രസിഡന്റ്, അലോഷി സേവർ, അദ്ദേഹത്തിനെ ഉൾപ്പെടെയുള്ളവരെ വിളിച്ച് നിങ്ങൾക്ക് എന്താ പ്രശ്നം, എന്തെങ്കിലും ഉണ്ടെങ്കിൽ കണ്ടാൽ എന്താണ് ഒരു വിഷയം? ഒന്ന് സംസാരിച്ചാൽ തീരാത്ത പ്രശ്നമൊന്നുമില്ല. അപ്പോഴാണ് അതല്ലേ ഞാൻ പറയുന്നത്. കേസുമായിട്ടുള്ള ഒരു അതാണ് ഞാൻ വഴക്ക്. പറയുന്നത്. അവരെ ഒന്ന് വിളിച്ചിരുത്തി നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആദ്യം എന്നെ, നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഇവിടെ കയറി വരാമല്ലോ. അങ്ങനെ പറയാം, എപ്പോൾ വേണമെങ്കിലും ഇവിടെ കയറി വരാമല്ലോ, ഞാൻ അവൈലബിൾ അല്ലെങ്കിൽ ഞാൻ വന്നവരോട് വെയിറ്റ് ചെയ്യാമല്ലോ. നിങ്ങളുടെ സ്വന്തം വീട് പോലെ കരുതാമല്ലോ. ഞാനും നിങ്ങളെ പോലെ തന്നെ ആയിരുന്നില്ലേ. മീഡിയയിലേക്ക് അത് കൊടുക്കുന്നതിന് മുമ്പ് ഞാനായിട്ടൊരു ഡിസ്കഷൻ നടത്തിയിട്ട് നമുക്ക് ആക്കിയാൽ പോരെ. നിങ്ങൾ എന്നെ ഒരു അച്ഛൻ്റെ പ്രായം എന്തായാലും അദ്ദേഹത്തിനുണ്ട്. ഈ KSU കുട്ടികളെന്നൊക്കെ പറയുമ്പോൾ ഒരു അച്ഛനെ പോലെ കണ്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്നോട് ആദ്യം സംസാരിക്കൂ. അങ്ങനെയല്ലേ പറയണ്ടേ? എന്ത് പറ്റിയെന്നറിയില്ല. അതുകൊണ്ടാണ് മുതിർന്ന മാധ്യമപ്രവർത്തകരും രാഷ്ട്രീയ നിരീക്ഷകരും പറയുന്നത് പിണറായി പോയ വഴിയിൽ കൂടെ തന്നെയാണോ സതീശൻ്റെയും യാത്ര എന്നൊരു സംശയം കേരളം മുഴുവൻ ഇന്ന് ചർച്ച ചെയ്യാൻ കാരണം വളരെ നല്ല നിലയിൽ നടത്തിക്കൊണ്ടു പോയിരുന്ന അദ്ദേഹത്തിൻ്റെ ഭരണം പെട്ടെന്ന് ഡീറെയിൽഡ് ആയ പോലെ തോന്നുക. ഈ KSUക്കാർ കൊടുത്ത ലിസ്റ്റ് വെച്ചിട്ട് അല്ലേ? അങ്ങനെയാണല്ലോ ഈ പ്രശ്നം തുടങ്ങുന്നത്. പബ്ലിക് പ്രോസിക്യൂട്ടർമാരുടെയും സർക്കാർ വക്കീലന്മാരുടെയും ഒക്കെ നിയമങ്ങളെക്കുറിച്ച് അവിടെ ലോ കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ അഭിപ്രായം പറഞ്ഞു. ആർക്ക് വേണമെങ്കിലും അഭിപ്രായം. ജസ്റ്റ് ബിക്കോസ് ദേ ആർ KSU വർക്കേഴ്സ് ദാറ്റ് ഡസൻറ്റ് മീൻ ദാറ്റ് ദേ കനോട്ട് സേ എനിത്തിങ് വെദർ ടു ആക്സെപ്റ്റ് ഇറ്റ് ഓർ നോട്ട്. അത് അംഗീകരിക്കണോ വേണ്ടേ എന്നുള്ളത് വേറെ കാര്യം. പക്ഷെ ഇത്രയും വലിയ ഒരു ചന്ത പോലെ ആക്കി മാറ്റണ്ടായിരുന്നു. അത് ശ്രീ സതീശന് പറ്റിയ മിസ്റ്റേക്ക് തന്നെയാണ്. കുട്ടികളാകുമ്പോൾ ആ രക്തത്തിളപ്പിൽ എന്തും പറഞ്ഞു പോകും. അത് ഇരുത്തം വന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ, അല്ലെങ്കിൽ KSUവിൽ കൂടെ തന്നെ വളർന്നു വന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിൽ അദ്ദേഹമായിരുന്നു കൺട്രോൾ ചെയ്യേണ്ടത്. മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ യൂണിയൻ്റെ സ്റ്റുഡൻസ് ചെയർമാനായിരുന്നു, സ്റ്റുഡൻസ് യൂണിയൻ്റെ ചെയർമാനായിരുന്നു ഇവിടെ തേവര SHൽ പഠിക്കുമ്പോൾ. അപ്പോൾ ആ നടന്നു പോയ വഴികളെക്കുറിച്ച് ഓർമ്മയുണ്ടായിരുന്നെങ്കിൽ ഈ കുട്ടികളെ പരസ്യമായിട്ട്, അതാണ് അവർക്ക് വിഷമമായത്, പരസ്യമായിട്ട് അധിക്ഷേപിച്ചു. അദ്ദേഹത്തിൻ്റെ മുറിയിൽ 4 ചുമരുകൾക്കുള്ളിൽ എന്ത് വേണമെങ്കിലും പറഞ്ഞിരുന്നെങ്കിലും ആരും അറിയില്ല. പക്ഷെ KSUക്കാരാണെന്ന് അറിഞ്ഞിട്ടും അവരെ പരസ്യമായി ആക്ഷേപിച്ചതാണ് ആ കുട്ടികൾക്ക് മനപ്രയാസമുണ്ടാക്കിയിട്ടുള്ളത്. ഇനിയെങ്കിലും സതീശൻ ആലോചിക്കുക. 18 വയസ്സിന് മുകളിലുള്ളവർ തന്നെയാണ് അവർ. അവർക്കുമുണ്ട് വോട്ടവകാശം. ആ ക്യൂബിക്കലിനുള്ളിൽ കയറുമ്പോൾ
ആർക്കാണ് നമ്മൾ കുത്തുന്നതെന്ന് മനസ്സിലായി കൂന്നൊരു ശബ്ദം മാത്രമേ കേൾക്കുള്ളൂ, ആർക്ക് കുത്തി എന്നുള്ളത് വരുന്നില്ല. അപ്പം അതുകൊണ്ട് അതും കൂടെ സതീശൻ ഓർക്കണം. 5 വർഷത്തേക്ക് മാത്രമാണ് 102 MLA-മാർ താങ്കളോടൊപ്പം ഉള്ളത്. പിണറായിക്ക് സംഭവിച്ചത് അതാ പറഞ്ഞു. ഇനിയിപ്പോൾ അദ്ദേഹത്തിന് വേണ്ട, ഇനി എനിക്ക് ശേഷം കോൺഗ്രസ്സേ വരണ്ട എന്ന് വിചാരിച്ചാണോ അദ്ദേഹം മുന്നോട്ട് പോകുന്നതെന്ന് പോലും നമുക്ക് തോന്നുന്നുണ്ട്. ഞാനാവട്ടെ അവസാനത്തെ കോൺഗ്രസിൻ്റെ മന്ത്രി എന്നുള്ളൊരു നയമാണോ സതീശൻ പിന്തുടരാൻ നോക്കുന്നു. KCU കുട്ടികളെ അപമാനിച്ച കാര്യത്തിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇങ്ങനെയായിരുന്നില്ല അത് നേരിടേണ്ടിയിരുന്നത്. ആ കുട്ടികളെ മനസ്സിലാക്കണമായിരുന്നു, അവരുടെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കണമായിരുന്നു. ഇനിയെങ്കിലും സതീശൻ ചെയ്യേണ്ട ഒരു കാര്യം, KSUവിൻ്റെ എല്ലാ യൂണിറ്റ് പ്രസിഡന്റുമാരും ഒന്ന് വിളിക്കൂ, ഒരു ചായ സൽക്കാരത്തിന് വിളിക്കുന്നേ. അവരെയൊക്കെ കേൾക്കും. അന്ന് മീഡിയ വേണ്ട. നമ്മൾ പല പാർട്ടി മീറ്റിങ്ങുകൾക്ക് പോകുമ്പോഴും ആ ഒരു ഇൻട്രൊഡക്ഷൻ സെക്ഷൻ കഴിഞ്ഞാൽ പ്രൈവറ്റ് എന്ന് പറഞ്ഞിട്ട് മീഡിയയോട് പുറത്തേക്ക് പോകാൻ പറയും. അതുപോലെ ഇവരെ കേൾക്കട്ടെ. എല്ലാ യൂണിറ്റിൻ്റെയും എല്ലാ കോളേജിലുള്ള, ഇത്രയധികം കോളേജൊന്നും ഇല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി ആയിട്ട് എടുക്കട്ടെ, കേരള, മഹാത്മാഗാന്ധി, കണ്ണൂർ എന്നൊക്കെ പറഞ്ഞെടുക്കട്ടെ. ആ കുട്ടികളെയൊക്കെ വിളിച്ചു വരുത്തി അവരെ കേൾക്കൂ. എന്തൊരു സന്തോഷമായിരിക്കും. വി ഗോട്ട് എ പേഴ്സണൽ ഇൻവിറ്റേഷൻ ഫ്രം ചീഫ് മിനിസ്റ്റർ. ഒരു ചായ സൽക്കാരത്തിന് ഇതാ കിട്ടിയിരിക്കുന്നു. എന്തൊരു എക്സൈറ്റ്മെൻ്റ് ആയിരിക്കും. ഇപ്പം ചെയ്ത ഈ ദുഷ്പ്രവൃത്തിക്ക് ഒരു പരിഹാരമായിരിക്കും ഒരു ടീ വിത്ത് ചീഫ് മിനിസ്റ്റർ എന്നും പറഞ്ഞ് KSUവിൻ്റെ മുതിർന്ന നേതാക്കന്മാരെയും യൂണിറ്റ് പ്രസിഡന്റുമാരെയും സെക്രട്ടറിമാരെയും വിളിച്ച് അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വസതിയിൽ ഒരു ചായ സൽക്കാരം കൊടുക്കുക എന്നുള്ളത്. പ്രിയപ്പെട്ടവരെ, ഇന്ത്യ ലൈവ് ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇന്ന് തന്നെ അത് ചെയ്യണേ.